എന്റെ എല്ലാ മാനവും പോയി. എങ്കിലും വിഷമിക്കലോ പാപ്പിച്ചായ, പാപ്പിച്ചായ സെക്കൻഡ് ഇല്ലേ? നിലമ്പൂരിൽ ചെങ്കൊടി താഴുകയാണ്. 14 വർഷങ്ങൾക്ക് ശേഷം നിലമ്പൂരിൽ ചെങ്കൊടി താഴുന്നു. മണ്ഡലത്തിൽ പൊതുവിൽ ഞങ്ങൾക്ക് തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്, ഞങ്ങൾക്ക് പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. അത് തളരരുത് രാമൻകുട്ടി, തളരരുത്. ഭരണവിരുദ്ധ വികാരമാണെന്ന് ഞാൻ വിലയിരുത്തുന്നില്ല ഈ ഘട്ടത്തിൽ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. പിന്നെ ഓരോരുത്തരും വോട്ടൊക്കെ പിടിച്ചതിനെ സംബന്ധിച്ച് എന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യുന്നതായിരിക്കും നല്ലത്. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? അത്തരം ഒരു വിശദാംശങ്ങളിലേക്ക് കടന്നുപോയിട്ട് ചർച്ച ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്ന് വരില്ല. ഏതോ ഒരു ശപിക്കപ്പെട്ട നിമിഷത്തിൽ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി. അങ്ങനെ സ്വരാജ് വരുന്നത് ജയിക്കാൻ തന്നെയാണ്. മത്സരിക്കുന്നുണ്ടെങ്കിൽ വിജയിച്ചിരിക്കും. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന ഒരു മണ്ഡലമായി ഈ മണ്ഡലം മാറും. മൂന്നാമത് പിണറായി ഗവൺമെന്റിന്റെ തുടർച്ചയിലേക്കുള്ള വിജയ വിളംബരമായി സഖാവ് സ്വരാജിന്റെ വിജയം ഇവിടെ മാറും എന്ന കാര്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത, കേരളം ഒന്നടങ്കം ഞങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം അത് നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന്റെ മുഖമായ സഖാവ് എം സ്വരാജിന്റെ വിജയമാണ് എന്ന് കേരളത്തിലെമ്പാടും ആളുകൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ശബ്ദം കൊണ്ട് ഹൃദയം കവർന്ന ആദരണീയനായ ഗായകൻ, ഗസൽ ഗായകൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണം സൂചിപ്പിച്ചത് ഇപ്രകാരമാണ്: ഈ തെരഞ്ഞെടുപ്പിൽ ആർക്ക് ഞാൻ വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ എൻ്റെ മുമ്പിൽ എം സ്വരാജ് എന്ന് പറയുന്ന ഒരു ചിഹ്നമല്ലാതെ മറ്റൊന്നില്ല. അതോടൊപ്പം അദ്ദേഹം പറയുന്നു, നിലമ്പൂർ വഴി കേരളം മൂന്നാമത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണത്തിന് സാക്ഷ്യം വഹിക്കും. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്തത് കഴിഞ്ഞ 9 ആണ്ട് കാലയളവിൽ കേരളം നടന്നു തീർത്ത മാറ്റങ്ങളെ ചൂണ്ടിക്കാട്ടിയിട്ടാണ്. കേരളം നടന്നു തീർത്ത അഭൂതപൂർണമായ മാറ്റങ്ങളുടെ ഓരം ചേർന്നു തന്നെ കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ നിലമ്പൂരും മാറിയിട്ടുണ്ട്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ആ മാറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ മാറ്റങ്ങൾ തുടരേണ്ടതുണ്ടോ, ഈ മാറ്റങ്ങൾ നിലമ്പൂരിലും കേരളത്തിലും തുടരേണ്ടതുണ്ടെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സൗകുമാര്യം നിറഞ്ഞ മുഖമായ സഖാവ് എം സ്വരാജ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കേരള നിയമസഭയിലെ അംഗമായി ഈ തെരഞ്ഞെടുപ്പാനന്തരം വിജയിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട ജയകാന്ത, നിനക്ക് ഈ ഗതി വന്നല്ലോ. ഞങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടെ പറയുന്നത്, ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ച വിവിധ കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് സംബന്ധമായി 2021 സമർപ്പിച്ച വാഗ്ദത്ത രേഖയുണ്ട്, തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഉണ്ട്. ആ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയെ തുടർന്ന് എല്ലാ വർഷവും നടപ്പിലാക്കാൻ കഴിയാതെ വന്നതത്രേ. അതിൻ്റെ സത്യസന്ധമായ രൂപീകരണം പ്രോഗ്രസ് റിപ്പോർട്ടായി അച്ചടിച്ച് ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനത്ത് കേരളത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെന്റ്. സർക്കാർ നയങ്ങളോട് നിങ്ങൾക്ക് വിയോജിപ്പെന്ത്? ഇടതുപക്ഷ രാഷ്ട്രീയം എന്തുകൊണ്ട് പരാജയപ്പെടണമെന്നുള്ളത് കഴിഞ്ഞ 9 വർഷത്തെ വിശകലനം ചെയ്ത് നിങ്ങൾക്ക് സമഗ്രതയിൽ സൂക്ഷ്മതയിൽ രാഷ്ട്രീയമായി പറയാൻ കഴിയുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒത്തുകല്ലുകാരനായ സഖാവ് എം സ്വരാജ്, ഈ നാട്ടുകാരൻ, ഈ നാട്ടിൽ നിന്ന് കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും സംഭാവന ചെയ്ത ഈ നാടിന്റെ അഭിമാനമായ ചെറുപ്പക്കാർക്കെല്ലാം ഒരു സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ഒരു പ്രതിഭയാണ് സഖാവ് എം സ്വരാജ്. ജയിക്കും എന്നുള്ളതിലൊരു തർക്കവുമില്ല. ഒരു സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ഒരു പ്രതിഭയാണ് സഖാവ് എം സ്വരാജ്. ജയിക്കും എന്നുള്ളതിലൊരു തർക്കവുമില്ല. പിന്നെ ഇവിടെ തൃപ്പൂണിത്തറയിലെ കാര്യം പറഞ്ഞു. ഈ നിലമ്പൂരിൽ നിന്ന് പോയി ഇവരുടെ രണ്ടാമൻ എന്ന് പറയുന്ന കെ ബാബുവിനെ അവിടെ തൃപ്പൂണിത്തറയിൽ എറണാകുളം ജില്ലയിൽ മലർത്തി അടിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വരാജ് ഈ സ്വന്തം നാട്ടിൽ വിജയിക്കുക തന്നെ ചെയ്യും. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. തോറ്റു പഠിക്കുക. ഇതേ മണ്ഡലത്തിൽ 15,000-ഓളം വോട്ടിന് തോറ്റതല്ല ഈ മണ്ഡലത്തിൽ. വീണ്ടും മത്സരിപ്പിക്കുന്നത് എന്തുകൊണ്ടാ? വീണ്ടും മത്സരിപ്പിക്കുന്നത് ഗതികേടുകൊണ്ടാ. അത് ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. ഒരടിപ്പിനെ പറ്റിയാണ് പറഞ്ഞത്. ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ കാണുന്ന വികസനം മുഴുവനായിട്ടും തന്നെ പറയാം ആര്യാടൻ മുഹമ്മദ് എന്ന വ്യക്തിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കൊണ്ടുവന്നാണ്. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. അങ്ങനെയാണ് ഓരോ വികസനത്തിന്റെ ഒരു നാളികളും ടി കെ ഹംസ കൊണ്ടുവന്ന ഒരു വികസനം ബഹുമാനപ്പെട്ട മെമ്പർക്ക് ഒന്ന് എടുത്ത് കാണിച്ച് പറയാൻ പറ്റുമോ? കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് അൻവർ തന്നെ ഒരുപക്ഷെ UDF മറന്നു പോയിട്ടുണ്ടാകാം. ഈ പറയുന്ന അൻവർ ഇപ്പോൾ ചില ഇസങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്തും ഒരുപക്ഷെ ഏഷ്യാനെറ്റിന്റെ കയ്യിലും. അതിന് ഇദ്ദേഹത്തിന് എന്താ കാര്യം മനസ്സിലായില്ല. 2024 നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് പങ്കെടുത്തുകൊണ്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന വേദിക്കകത്ത് സ്വാഭാവികമായും
MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, പ്രസംഗത്തിനകത്ത് ഈ മണ്ഡലത്തിനകത്ത് അദ്ദേഹം നടത്തിയ ഈ ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി നടത്തിയ വികസനത്തെ കുറിച്ച് പറഞ്ഞ് ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത് നിലമ്പൂരിലെ ജനതയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. എനിക്കൊന്നും തന്നില്ല, മരുമകൻ ഈ വികസനം തട്ടിയെടുത്തു എന്നുള്ളത്. 800 കോടിയോളം രൂപയാണ് വയനാട്ടിൽ ഈ രാജ്യത്തെ ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ കൈ കൊടുത്തിട്ടുള്ളത്. അവരുടെ ആളുകൾക്ക് ദുരിതാശ്വാസം എന്ന് പറഞ്ഞിട്ട് എത്ര കോടിയാണ് നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് അവിടുത്തെ ആളുകൾക്ക് കൊടുക്കാൻ കഴിഞ്ഞത്? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. വയനാടിനകത്ത് വീട് നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും ടൗൺഷിപ്പ് എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ ഈ മണ്ഡലത്തിൽ മാത്രം 7,51,00,000 രൂപ ദുരിതാശ്വാസ നിധിയിലൂടെ ലഭിച്ച ഒരു മണ്ഡലമാണ്. മറ്റൊന്ന് ഇതുമായി BJPയുടെ പ്രതിനിധിയോട് പറയാനുള്ളത്, കേന്ദ്ര പദ്ധതികൾ കേന്ദ്രം ധനസഹായം നൽകുന്നു. ഈ നാട്ടിലെ ജനത നിങ്ങളോട് ചോദിച്ചു, എവിടെയാണ് വയനാട്? നിങ്ങളെ രാഷ്ട്രീയക്കാർക്ക് വേറെ ഒരു പണിയില്ലേ? രാഷ്ട്രീയം തന്നെ ഒരു തൊഴിലാണ് ഇവിടെ. ഈ നാടിന്റെ പ്രധാനമന്ത്രി, നിങ്ങളുടെ നേതാവ് വയനാട്ടിൽ വന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ മടിയിലിരുത്തിക്കൊണ്ട് കാട്ടിയ കോപ്രായങ്ങൾ ഈ നാടിന്റെ ഈ കേരളത്തിനകത്ത് പ്രളയം നടന്നപ്പോൾ പ്രളയത്തിന്റെ ഭാഗമായി 159 കോടിയോളം രൂപ, കോടിക്കണക്കിന് രൂപ കേരളത്തിലെ ഗവൺമെന്റ് ഈ നാട്ടുകാരുടെ മുഴുവൻ പിന്തുണയോടുകൂടി സഹായത്തിനെത്തിച്ചപ്പോ എന്താ പറഞ്ഞത്? ഒരു മൃതദേഹം ദഹിപ്പിച്ചതിന് 2 കോടി രൂപ, 2 ലക്ഷം രൂപ എഴുതി കൊടുത്താൽ ഒരു മൃതദേഹം കബറടക്കാൻ വേണ്ടി ദഹിപ്പിക്കാൻ വേണ്ടി 2 ലക്ഷം രൂപ ഇവിടെ കള്ളക്കണക്ക് എഴുതി കൊടുത്താൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാര്, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയൊക്കെ ഒരു കണക്ക് കൊടുത്താൽ നമ്മൾ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ പണം കൊടുക്കും. ഇന്ന് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? കരുവന്നൂർ ബാങ്കിൽ നിന്ന് 180 കോടി രൂപ കവർന്നെടുത്തിട്ട് 4 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാർക്കെതിരെ ED കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ആരും വില തരില്ല. പൂരിലെ 200 കോടി രൂപയുടെ വികസനം നടത്തിയെന്ന അവകാശവാദമാണ് ഇടതുപക്ഷം ഉന്നയിക്കുന്നത്. പക്ഷേ ബജറ്റിന്റെ മുൻപ് അല്ലെങ്കിൽ സാമ്പത്തിക സർവേയിൽ നമ്മുടെ ധനമന്ത്രി നമ്മളോട് പറഞ്ഞത് ഈ സംസ്ഥാനത്ത് സ്വന്തമായി ശമ്പളം കൊടുക്കാൻ പോലും പണമില്ല എന്നാണ്. നമ്മൾ ഈ നാണം കേട്ടല്ലോ. പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന് കർണാടകയെക്കാളും തമിഴ്നാടിനേക്കാളും ഒക്കെ അധികം ഈടാക്കുന്ന 10 രൂപയും മദ്യത്തിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള 250% നികുതിയും ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന വരുമാനവും കൊണ്ട് മാത്രം സംസ്ഥാനത്തിന് ശമ്പളം നടത്തിക്കൊണ്ടുപോകുന്ന ഇടതുപക്ഷത്തിന് വികസനം കൊണ്ടുവരാൻ യാതൊരു തരത്തിലും സാധിച്ചിട്ടില്ല. പക്ഷേ 200 കോടി വികസനം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ടറിയാം. ആരോഗ്യ മേഖലയിൽ നിലമ്പൂരിൽ നടന്നിട്ടുള്ള ജില്ലാ ആശുപത്രി മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെ NHRM, കേന്ദ്ര നാഷണൽ ഹെൽത്ത് മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള വികസനമാണ് പൂർണ്ണമായിട്ട്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.